കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെഷസ്കിയാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ത്യയുടെ കപ്പലുകൾ ഈ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ആ കപ്പലുകൾ എത്തിക്കുന്നതിനും ഒപ്പം തന്നെ ഇന്ത്യക്ക് തടസ്സമില്ലാതെ ഊർജ്ജ വിതരണത്തിന് ഈ കടൽപാത പേർഷ്യൻ ഗൾഫ് കടൽ മേഖല അനിവാര്യമാണെന്നും അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഒപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകൾക്കും ചരക്ക് നീക്കത്തിനുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ ഇറാനിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യ ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ സംസാരിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് എക്കാലവും ഇന്ത്യയുടെ നിലപാടെന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഈ ഒരു നീക്കത്തിന്, ഈ സംസാരത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം, ഇറാൻ അവിടെ നിന്നുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാന്റെ നാവികസേന സംരക്ഷണം ഒരുക്കും എന്നുള്ളൊരു വാർത്തയാണ്. ഒപ്പം തന്നെ ഇറാൻ മറ്റൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഉള്ള കപ്പലുകൾ, ഹോർമുസ് കടലിലേക്ക് ഞങ്ങൾ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല, അവിടെയുള്ള കപ്പലുകൾക്ക് ഇറാൻ നാവികസേനയുമായി സംസാരിച്ച് ആ കപ്പലുകളെ തിരിച്ചു കൊണ്ടുപോകാമെന്നാണ്. ഇന്ത്യയുടെ 27 കപ്പലുകളാണ് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത്. അതിൽ 20ഓളം കപ്പലുകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി റിലീസ് ആകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു വരാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. ബാക്കിയുള്ള കപ്പലുകളും അധികം വൈകാതെ എത്തിക്കും, നമ്മുടെ രാജ്യത്തിന് കഴിയും എന്നുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇറാന്റെ മാധ്യമങ്ങളടക്കം പറയുന്നത് ലോകത്തെ എല്ലാ വ്യക്തികളോടും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളോടും ഒരേ ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഒരു നയതന്ത്ര നീക്കത്തിന് അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുമെന്നാണ് അത്തരം മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇറാനുമായിട്ട് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം പലവട്ടമാണ് ഇന്ത്യ സംസാരിച്ചത്. എസ് ജയശങ്കർ കഴിഞ്ഞ 4 തവണ, യുദ്ധം തുടങ്ങിയതിനു ശേഷം 4 തവണയാണ് അവിടുത്തെ, അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റുമായി സംസാരിച്ചിരിക്കുന്നു. നമ്മളുടെ വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. കുറെ വിദ്യാർത്ഥികൾ കരമാർഗം അസർബൈജാനിലും അർമേനിയയിലും മറ്റും എത്തിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഇനി ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഇറാന്റെ ആ ഒരു മെസ്സേജുകളും മറ്റും നോക്കി ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിക്കൊണ്ട് അതിർത്തി കടക്കണമെന്ന് കൂടി ഇന്ത്യ പറയുന്നു. ഏതായാലും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ഒപ്പം തന്നെ ഊർജ്ജ ചരക്ക് ഗതാഗതം തടസ്സമില്ലാതെ മുൻപോട്ട് പോകുന്നതിനുമാണ് ഊന്നൽ നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റിനോട് പ്രധാനമന്ത്രി സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.